ഇന്ന് വൃക്കരോഗികളുടെ എണ്ണം ദിവസം തോറും വർദ്ധിച്ചു വരികയാണ്. അതേപോലെ ഈ വൃക്കരോഗം കാരണമുള്ള മരണങ്ങളും കൂടാണ്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ വൃക്കരോഗം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാവുന്നില്ല. മറ്റു പല രോഗങ്ങൾക്കും ഉള്ള ലക്ഷണങ്ങളായതുകൊണ്ട് തന്നെ നമ്മളിതിനെ കൺഫ്യൂസായി അവസാനം ഈ ഒരു രോഗി ഡയാലിസിസിൻ്റെ വക്കിലെത്തുമ്പോഴാണ് ആൾക്ക് വൃക്കരോഗമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ശരിക്കും പറഞ്ഞാൽ ഇത് മുൻകൂട്ടി നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രോപ്പറായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഒരു ഡയാലിസിസ് ഇല്ലാതെ മരണത്തിലേക്ക് പോവാതെ ആളെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് വൃക്കരോഗം വരുന്നത്, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു വൃക്കരോഗം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ശരീരം എന്തൊക്കെ ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരും, ഇതിൻ്റെ ചികിത്സാ രീതി എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ ഇതിൻ്റെ പല ടോക്സിൻസും നമ്മുടെ ബ്ലഡിൽ എത്തുന്നുണ്ട്. ഓക്കെ, ഈ ടോക്സിൻസ് എല്ലാം അരിച്ച് നമ്മുടെ മൂത്രത്തിലൂടെ പുറത്ത് കളയുന്നത് ഈ ഒരു കിഡ്നിയാണ്. അപ്പോൾ നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്സിൻസ് പ്രോപ്പറായിട്ട് യൂറിനിലൂടെ പുറത്തു പോവില്ല. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കുമിഞ്ഞു കൂടുകയും നമുക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ കിഡ്നി ഫെയിലർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു കിഡ്നി ഫെയിലർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു വൃക്കരോഗം ഉണ്ടാവുന്നത് പ്രമേഹ രോഗികളിലാണ്. പൊതുവെ പ്രമേഹം ഉണ്ടെന്ന് ഒരാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ സാധാരണ ചെയ്യാറെന്നറിയോ, ഇത് ഭക്ഷണത്തിലൂടെ കൺട്രോൾ ചെയ്യാൻ നോക്കും. പ്രോപ്പറായിട്ട് മെഡിസിൻ ഒന്നും എടുക്കില്ല. അതായത് അവരുടെ ഒരു പ്രശ്നമാണ്, വൺസ് നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിക്കേണ്ടി വരും എന്നുള്ള പേടിയും കൊണ്ടൊക്കെ ഇവർ മെഡിസിൻ എടുക്കാതെ അവർ തന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കും. ഓക്കെ, ഒരു പ്രോപ്പറായിട്ടുള്ള മെത്തേഡിലൂടെ ആയിരിക്കില്ല ഇത് കൺട്രോൾ ചെയ്യുന്നതും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇവരുടെ കയ്യിൽ നിൽക്കാതെ ആകുമ്പോഴാണ് ഇവർ ഡോക്ടറെ പോയി കാണുന്നതും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും. ആ സമയം കൊണ്ട് ഈ ഒരു പ്രമേഹം അവരുടെ കിഡ്നിയെയും കണ്ണിനെയും അതേപോലെ ഞരമ്പുകളെയും ഒക്കെ ബാധിച്ചിട്ടുണ്ടാവും. ഇതുപോലെ കിഡ്നിയെ ബാധിക്കാറുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൃക്കരോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതാണ് ഉയർന്ന രക്തസമ്മർദ്ദം. ഇങ്ങനെ BP ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ കിഡ്നിയുടെ അകത്തുള്ള രക്തക്കുഴലുകളുടെ BPയും അതായത് പ്രഷറും കൂടും. ഈ രക്തയോട്ടത്തിൻ്റെ പ്രഷർ കൂടും. ഇങ്ങനെ കൂടുമ്പോഴും കിഡ്നിയിലുള്ള ഈ ഒരു ഫിൽട്ടർ ചെയ്യുന്ന യൂണിറ്റായ ഗ്ലോമറുലസിന് ഇത് കേടുപാട് സംഭവിപ്പിക്കുകയും അതുപോലെ തന്നെ കിഡ്നിക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് ഫിൽട്ടർ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അമിതവണ്ണം ഉള്ളവരിലും ഇതുപോലെ കിഡ്നിക്ക് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ ചിലരുണ്ട് സ്വന്തമായിട്ട് മെഡിസിൻസ് ഫാർമസിയിൽ പോയിട്ട് വാങ്ങിച്ച് കഴിക്കുന്നവർ, അനാവശ്യമായിട്ട് മെഡിസിൻസ് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ളവരിലും ഇങ്ങനെ കിഡ്നിയുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട്. അതായത് ഒരു പനി വന്നാൽ അവരുടെ ഡോക്ടറെ പോയി കാണില്ല, അവർ ഫാർമസിയിൽ പോയിട്ട് മെഡിസിൻ വാങ്ങി കഴിക്കും. ആവശ്യമില്ലാതെ എന്തെങ്കിലും ഒരു പെയിൻ വന്നാൽ അമിതമായിട്ട് എപ്പോൾ പെയിൻ വന്നാലും ഫാർമസിയിൽ പോയിട്ട് പെയിൻ കില്ലേഴ്സ് വാങ്ങിച്ച് കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും പൊതുവെ കിഡ്നിക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരുപാട് മുന്നേ തന്നെ ഇത് തിരിച്ചറിയാൻ പറ്റും, ആ ഒരു ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തേതാണ് എപ്പോഴും ക്ഷീണം, ഉന്മേഷക്കുറവ്, ഒരു ജോലിയും ചെയ്യാൻ പറ്റാതിരിക്കുക, കിതപ്പ് വരിക. പലപ്പോഴും വേറെ പല രോഗങ്ങൾക്കും ഈ ലക്ഷണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം ഇത് തിരിച്ചറിയാറില്ല. അതായത് രക്തക്കുറവുണ്ടെങ്കിൽ, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ, ഹൈപ്പോതൈറോയിഡിസം പോലുള്ള രോഗങ്ങളുണ്ടെങ്കിലൊക്കെ ഈ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതൊരു കിഡ്നി രോഗമായിട്ടാണ് ഇത് വരുന്നത് എന്നുണ്ടെങ്കിൽ രോഗി ഇത് തിരിച്ചറിയാറില്ല. പിന്നെ അടുത്തതാണ് ഉറക്കക്കുറവ്. മറ്റ് പല
രോഗങ്ങൾക്കും ഇതേപോലെ ഉറക്കക്കുറവ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് പോവാറുണ്ട്, ഇങ്ങനെ ഉറക്കക്കുറവുണ്ടെങ്കിൽ അത് വൃക്കകളുടെ രോഗം തന്നെയാണോ എന്നുള്ളത്. എന്നാൽ വേറെ രോഗങ്ങളൊന്നുമില്ല, മറ്റു കാരണങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കിഡ്നിയുടെ പ്രവർത്തനം ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. മറ്റൊന്നാണ് നമുക്ക് സ്കിന്നിലുള്ള ചേഞ്ചസ്. സ്കിൻ എപ്പോഴും ഡള്ളായിട്ട് പോവുക, അല്ലെങ്കിൽ സ്കിന്നിന് എപ്പോഴും ഡ്രൈനെസ് കൂടി വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കിഡ്നിയുടെ പ്രവർത്തനം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മറ്റൊന്നാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക. മൂത്രം ഒഴിച്ചാലും സാറ്റിസ്ഫൈഡ് ആവാത്ത പോലെ പിന്നെയും മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു ഫീല് വരിക. ഇത് പലപ്പോഴും രാത്രിയാണ് കൂടുതലായിട്ടും കാണാറ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രമേഹ രോഗികൾക്കും അതേപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുള്ളവർക്കും ഇതേ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ വന്നാലും പലപ്പോഴും രോഗിയും അതെ ഡോക്ടറും അതെ ഇത് കൺഫ്യൂസ്ഡ് ആയിട്ട് പോവാറുണ്ട്, ഇത് എന്ത് കാരണമാണെന്ന് തിരിച്ചറിയാതെ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്രമേഹ രോഗം ഉള്ളവർക്ക് ഈ ഒരു വൃക്കരോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആൾക്ക് ആദ്യം തന്നെ പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ ഡോക്ടർ ആദ്യം വിചാരിക്കുക ഇത് പ്രമേഹ രോഗം കൺട്രോൾഡ് അല്ലാത്തത് കൊണ്ടാണ് ഇത് വരുന്നത് എന്നാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് പലപ്പോഴും ഇത് വൃക്കരോഗത്തിൻ്റെ ഒരു ലക്ഷണമായിരുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത്. ഓക്കെ. പിന്നെ അടുത്തതാണ് മൂത്രത്തിൻ്റെ കളർ ചേഞ്ച്. അതായത് സാധാരണ രീതിയിൽ നമ്മുടെ മൂത്രം ഒരു മഞ്ഞ നിറം, ഒരു ലൈറ്റ് മഞ്ഞ നിറമാണ് ഉണ്ടാവുക. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിലൊരു പിങ്ക് കളറോ ചെറിയ രീതിയിലൊരു ബ്രൗൺ കളറോ ചുവപ്പ് കളറോ ഒക്കെ ഉണ്ടെങ്കിലും അത് കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം. ഓക്കെ. പിന്നെ മറ്റൊന്നാണ് മൂത്രത്തിൽ അമിതമായിട്ട് പത വരിക. ഇങ്ങനെ പത വരുന്നതും കിഡ്നി രോഗത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂറിനിലുള്ള മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ വേറൊന്നാണ് കണ്ണിൻ്റെ ചുറ്റുമൊക്കെ എപ്പോഴും തടിപ്പ്, അതായത് ഒരു നീര് വരുന്ന പോലെ വരിക. ഓക്കെ. ഇത് ചിലർക്കൊക്കെ രാവിലെ എണീക്കുമ്പോൾ 1-2 ദിവസമൊക്കെ വരാം. എന്നാലും നമുക്കിത് സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്, ഇങ്ങനെ നീര് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെന്താണ് എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും തൈറോയ്ഡ് രോഗമുള്ളവർക്കും ഒക്കെ ഇങ്ങനെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് കൺഫ്യൂസ്ഡ് ആയിട്ട് പോവാറുണ്ട്. എന്നാലും നമ്മളെപ്പോഴും നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മറ്റൊന്നാണ് കാലിലൊക്കെ നീര് വരിക എന്നുള്ളത്. 2 കാലിലും കുറച്ച് നേരം നമ്മൾ തൂക്കിയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നീര് വരും, എന്നാൽ കാലിന് വേദനയൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സോഡിയം പ്രോപ്പറായിട്ട് നമ്മുടെ കിഡ്നിക്ക് അരിച്ച് കളയാൻ പറ്റാത്തതാണ്. ഇത് കാരണം നമ്മുടെ സെല്ലിൻ്റെ കോശങ്ങളുടെ ഉള്ളിലൊക്കെ ഈ വെള്ളം വന്ന് കെട്ടി നിൽക്കുന്ന അവസ്ഥ വരാറുണ്ട്. ഇത് കാരണമാണ് വൃക്ക രോഗികളിൽ കാലിൽ നീര് വരുന്നത്. പിന്നെ അടുത്തതാണ് മസിൽസിനൊക്കെ അമിതമായിട്ട് വേദന വരും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇലക്ട്രോലൈറ്റ് ബാലൻസ് നമ്മുടെ ബോഡിയിൽ കൃത്യമായിട്ട് നടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെ ഒക്കെ അളവ് കുറഞ്ഞിട്ട് ഈ ഒരു മസിലിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും പ്രോപ്പറായിട്ട് നടക്കാതെ വരും. അപ്പോഴാണ് നമുക്കിങ്ങനെ മസിൽ പെയിന്, പേശികൾക്കൊക്കെ വേദനയായിട്ട് അനുഭവപ്പെടുന്നത്. പിന്നെ മറ്റൊന്നാണ് വിശപ്പില്ലായ്മ. ഇതേപോലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഒന്നും കൃത്യമായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിലും ശരീരത്തിൽ അമിതമായിട്ട് ടോക്സിൻസ് ഒക്കെ അടിഞ്ഞുകൂടുകയൊക്കെ ചെയ്താലും നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ വിശപ്പില്ലായ്മ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കിഡ്നിക്ക് രോഗമുണ്ടെങ്കിൽ, വൃക്കരോഗമുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ലക്ഷണങ്ങളെല്ലാം മറ്റ് പല രോഗങ്ങളുടെയും ലക്ഷണങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 4-ൽ കൂടുതൽ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു ഡോക്ടറെ പോയി കാണുക. നിങ്ങളുടെ കിഡ്നിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു വൃക്ക രോഗത്തിൻ്റെ ചികിത്സാ രീതി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ ലക്ഷണങ്ങളാണ് കാണിക്കുക. ഞാനിപ്പോൾ നേരത്തെ ഒരു 9-10 ലക്ഷണങ്ങൾ പറഞ്ഞു. പലരും ഇതിൽ പല ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയെന്ന് വെച്ചാൽ രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുത്ത് ഈ ഒരു രോഗകാരണങ്ങളും കണക്കിലെടുത്ത്, അതായത് ചിലർക്ക് പ്രമേഹ രോഗം കാരണമായിരിക്കാം, ചിലർക്ക് BP ആയിരിക്കാം കാരണം, അങ്ങനെ ചിലർക്ക് ഒരുപാട് അനാവശ്യമായിട്ട് മെഡിസിൻസ് എടുത്തതായിരിക്കാം കാരണം. അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗകാരണം കണക്കിലെടുത്ത് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തി ജർമ്മനിയിൽ നിന്നുള്ള മെഡിസിൻസ് യൂസ് ചെയ്തിട്ടാണ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കാലിൽ നീരും പ്രയാസങ്ങളും ഇങ്ങനെ കിഡ്നിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ കൂടെ
തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ നിങ്ങളുടെ കാലിൻ്റെ ഈ ഒരു പോയിന്റിൽ ഈ ഒരു വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്യുക. ഇത് രാവിലെയും വൈകുന്നേരം 5 മിനിറ്റ് വീതം ചെയ്ത് കഴിഞ്ഞാൽ കാലിൽ ഈ വരുന്ന ഈ ഒരു നീര് കുറയ്ക്കാനും ഇലക്ട്രോലൈറ്റ് ബാലൻസ് ശരിയാക്കാനും വൃക്കകൾക്കുള്ള ഈ ഒരു അരിക്കാനുള്ള പ്രശ്നങ്ങൾ മാറ്റാനും എല്ലാം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുപോലെ വൃക്കരോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ദൂരെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഫോണിലൂടെ പരിശോധിച്ച് മെഡിസിൻസ് വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ്. ഞാൻ ഡോക്ടർ ടിനോയ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.